ഹിമാലയൻ 411 ഉപയോഗിച്ച് കഴിഞ്ഞ് ഹിമാലയൻ 450 ഉപയോഗിക്കുമ്പോൾ മിക്ക റൈഡേഴ്സും പറയാനുള്ള ഇഷ്യൂ ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക്. അതായത് ഞങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് റൈഡൊക്കെ പോകുന്ന സമയത്ത് ഹിമാലയൻ 411 ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ വണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ 350 ഉപയോഗിച്ചവർ ഈ വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചുരത്തിലൂടെ കർവ് എടുത്ത് പോകുമ്പോൾ എല്ലാവരും പറയുന്നൊരു ഇഷ്യൂ ആണ് ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക്. അതായത് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് സ്വിച്ച് ചെയ്യേണ്ടി വരും, 2-3 ഗിയറിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടി വരും നമ്മളൊരു കർവ് എടുക്കുന്ന സമയത്ത്. അതിനൊരു സൊല്യൂഷൻ ഞാൻ കുറേ അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരു യൂട്യൂബർ കാണിച്ചു തന്നാണ് ഇതിൻ്റെ മെയിൻ ഒരു ചേഞ്ച് ചെയ്യാനുണ്ട്. അതായത് ഇതിൻ്റെ സ്പ്രോക്കറ്റ് 47 ടീത്താണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. ഈ 47 ടീത്തിൽ നിന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് 49 ടീത്തിലേക്ക് മാറ്റി. ഇത് റൈസ് ഫാക്ടറി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നാണ് നമുക്കിത് ചെയ്തു തന്നിരിക്കുന്നത്. ചെന്നൈയിലുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ ഞാൻ അവരത് കസ്റ്റം ഓർഡർ ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. ഇതിലൊരു ഡിഫറൻസ് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഞാനൊരു 1200 കിലോമീറ്റർ റൈഡിന് പോയി. എനിക്ക് മേജറായിട്ട് ചെക്ക് ചെയ്യേണ്ട നമ്മളെ ഫ്യൂവൽ എഫിഷ്യൻസി എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഫ്യൂവൽ എഫിഷ്യൻസിയിൽ ഒരു ഡിഫറൻസും ഇല്ല. എനിക്ക് 32 പോയിൻറ്റ് സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ട്രാഫിക്കുള്ള സിറ്റീസിലും എല്ലാം കൂടിയാണ് കവർ ചെയ്ത് പോയത്. അപ്പം മേജർ ഡിഫറൻസ് ഇല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത് പക്ഷേ വാറണ്ടി ഇഷ്യൂ വരാം. പക്ഷേ ഇതിൻ്റെ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ ആൻഡ് ടോർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. 3rd ഗിയറിലൊക്കെ നമുക്ക് 4th ഗിയറിൽ, ഇൻഫാക്ട് 4th ഗിയറിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ സാധാരണ വണ്ടിക്ക് 35 മുതലാണ് എന്താ പറയുക നോക്കിംഗ് തുടങ്ങും. 35 കഴിഞ്ഞ് കുറച്ചും കൂടി 33ലേക്കൊക്കെ വരുമ്പോഴേക്കും എഞ്ചിൻ കച്ചക്കച്ചക്കാന്ന് പറഞ്ഞാൽ നോക്കിംഗ് വരും. പക്ഷേ ഇതിനകത്ത് ആ നോക്കിങ്ങേ വരില്ല. നിങ്ങൾക്ക് 33 ഒക്കെ സുഖസുന്ദരമായിട്ട് 4th ഗിയറിൽ ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റും. ഒന്ന് കൈ കൊടുക്കുമ്പോൾ ഒരു നോക്കിംഗ് ഇല്ലാതെ വണ്ടി സ്മൂത്ത് ആയിട്ട് പോകും. അതാണ് ഇതിൽ മേജർ ഒരു അപ്ഗ്രേഡ് ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്.